ഹായ് ഹലോ, നമ്മളിന്ന് ഒരു ചെക്കപ്പിനൊക്കെ ആയിട്ട് NS ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പം എന്താവുന്നു എങ്ങനെയാവുന്നു ഒരു പിടുത്തവും ഇല്ലാത്തൊരു അവസ്ഥയിലൂടെ സഞ്ചരിക്കുകയാണ്. ബിൽഡപ്പ് കൊടുക്കുന്നത് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ അടുത്ത മന്തിലെ സ്കാനിങ് ഒക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ യാത്രകൾ വരുന്നുണ്ട്, മീനുവിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പുള്ളിക്കാരി വരുമെന്നും പറഞ്ഞ് വേണം. ഇപ്പം തന്നെ ഗോവയിൽ പോയതിന് സത്യം പറയാലോ, ഗോവയിൽ ഇഷ്ടംപോലെ പേരിനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ഗർഭിണിയായി വെച്ചോട് ഗോവയിൽ പോയി സത്യം പറയാം ഞങ്ങൾ ബൈക്കിൽ കിടന്ന് കറങ്ങി അത് എന്നൊക്കെ പറഞ്ഞാണ് പ്രശ്നം. പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളെ ഡോക്ടറിനടുത്ത് ചോദിച്ചു, ഡോക്ടറെ ഇതുപോലെ ഗോവയിലൊരു യാത്ര വരുന്നുണ്ട്, ഞങ്ങളൊന്ന് പൊക്കോട്ടെ. ഗോവയിലോട്ടോ എവിടെ കൊണ്ടുപോകും. വേറെ കാര്യം കൂടെ ഞാൻ എനിക്ക് പറയാനുണ്ട്. കുറെ കിളവി അമ്മമാരെടുത്ത കൊച്ചുമക്കളെ നിങ്ങൾ ഈ അമ്മമാരെടുത്ത് ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അമ്പലത്തിൽ വരുമ്പോൾ ഷാൾ ഇടണം, ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, രാവിലെ എഴുന്നേക്കണം, ഉച്ചയ്ക്ക് ഉറങ്ങരുത്, പിന്നെ തൂക്കണം. എന്ത് തേങ്ങയൊക്കെയാണ് നിങ്ങൾ ഈ കിളവികളുണ്ടല്ലോ. ഈ കിളവികൾ ഇന്നത്തെ തലമുറയിലെ കൊച്ചുങ്ങൾക്ക് ഭയങ്കര പ്രശ്നം കേട്ടോ. വീട്ടിൽ വന്ന് ഓരോരുത്തരുമാരൊന്ന് ഡയലോഗ് അടിക്കും, വയറ് നിറച്ച് ഞാനും കൊടുക്കും. അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ അമ്മൂമ്മമാർക്കോ വീട്ടിൽ വയസ്സായുള്ളവരൊക്കെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു. നമുക്ക് പിടിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാലേ നമ്മളിത് ഏത് ജനറേഷനാണ് ജീവിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ മൂദേവി അന്ന് ഉച്ചി വന്ന് കുത്തിയിരുന്ന് കക്കൂസിരിക്കുന്നൊക്കെ ഡയലോഗ് അടിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. നല്ല ദേഷ്യമുണ്ട്. ഇവളുമാർക്കൊക്കെ എന്തോത്തിന്റെ കഴപ്പാന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഗൈസ് അങ്ങനൊന്നും ഇവിടെ വില അങ്ങനല്ല. അമ്പലത്തിൽ പോകുമ്പോൾ വയറ് വലുതാവും തോറും വയറ് കാണുന്നു. എന്താണ് ഭർത്താവിന്റെ ഗർഭം തന്നെയല്ലേ അടച്ചു വെക്കാൻ പറ്റൂ. മാത്രല്ല ഇപ്പൊ എന്റെ വീട്ടില് ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ അമ്മയൊക്കെ ചോദിച്ചാ, ഈ ഉടുപ്പിട്ടുമ്പോ വയറ് മറിഞ്ഞല്ലേ കിടക്കുന്നേ. ഞാൻ മണ്ടയ്ക്കൂടെ ഷോളിട്ടാലും അതേ വയറല്ലേ കാണാൻ പോകുന്നത്. എടുത്തിടാൻ കാരണം എനിക്ക് അത്ര പൊട്ടിയതുണ്ട് കേട്ടോ. വേറൊന്നല്ല, അജീഷന്റെ അമ്മയും തന്നെ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ വീട്ടുകാർക്ക് ആർക്കും പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയൊരു ടീമാണ് അജീഷന്റെ അമ്മയ്ക്കും അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. ന്യൂ ജനറേഷൻ കുട്ടികളുടെ രീതിയായാലും അവർ ഹോസ്പിറ്റലിൽ കാണുന്നു, നല്ല ഫുഡ് കഴിക്കുന്നു. വെറുതെ ആവശ്യമില്ലാത്ത ഫുഡൊന്നും വേണ്ട. ഫുഡിനകത്ത് ഓരോ കണ്ടന്റുകളുണ്ട്. അപ്പം നമുക്കിപ്പം ഓരോ ഫ്രൂട്ട്സ് കഴിക്കാം, അങ്ങനെയൊക്കെയുള്ളത്. ഞാനും അങ്ങനെ കേട്ടോ. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ഇങ്ങനെ ഞാൻ അങ്ങനെ പുറത്തൊന്നും കഴിക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും ബ്രോസ്റ്റഡ് അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാൻ ഞങ്ങൾ ഭയങ്കര ആഗ്രഹം തോന്നുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ ഡെയിലി കഴിച്ചാലേ ഉള്ളൂ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. വല്ലപ്പോഴും നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടൊക്കെ കഴിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. എത്തി ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടാണ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കാണാം. ദിവസം ഫുള്ള് പോക്കാണ്, ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ ഗായ്സ് ഞങ്ങൾ താണ്ടെ ഹോസ്പിറ്റലിലെ 6 മാസത്തെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ താണ്ടെ പുറത്തിറങ്ങി. അപ്പം നമ്മൾ ഗോവയിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്തൊരു യാത്രയുണ്ട് ഡോക്ടർ. അപ്പം ഞങ്ങളുടെ വീട്ടുകാരൊക്കെ പറയുന്നത് ഇന്നതുപോലെ ഇവിടെ ഇങ്ങനെയൊന്നും കൊണ്ടുപോരുന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ഒരു കിണ്ണം മറുപടി തന്നായിരുന്നു. വേറൊന്നുമല്ല, ഒരു ജീവിതമുള്ള മോനെ, നീ പോവുക അടിച്ച് പൊളിച്ച് ജീവിക്കുക, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇതുപോലെ അമ്മമാർ പറയുന്നുണ്ട് രാവിലെ എഴുന്നേക്കണം. അല്ല, ഞാൻ പറഞ്ഞതാ, എൻ്റെ വീട്ടിലുള്ള കുറേ ചേച്ചന്മാർ ഈ വഴികളൊക്കെ കാണുമ്പം അമ്പലത്തിൽ പോകുമ്പോൾ ചെറിയ ആൾക്കാരൊക്കെ വന്നിട്ട് പറയും, എൻ്റെ അമ്മയോട് പറയും, മോളെ അവർ രാവിലെ എഴുന്നേക്കണം, ഉച്ചയ്ക്ക് ഉറക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു ഡോക്ടറെ എന്ന് ചോദിച്ചു. അതായത് നമ്മുടെ NS ഹോസ്പിറ്റലിലെ അന്നമ്മ ഡോക്ടറിൻ്റെ അടുത്താട്ടോ ഞാനീ പറഞ്ഞത്. അപ്പം ഡോക്ടർ പറഞ്ഞു, പണ്ടുള്ള ഓരോ വട്ട് ടീമുകൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. നമ്മൾ നല്ല ആഹാരം കഴിക്കുക, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ അത്യാവശ്യം ജോലി ചെയ്യുക, പിന്നെ മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ പണ്ടത്തെ അമ്മായിമ്മമാര് പറയുന്ന എനിക്കുള്ള പരിപാടികളൊന്നുമില്ല. എന്ന് പറയാം, എന്റെ അമ്മ പാവാന്ന് അങ്ങനെ ചെയ്തില്ല. റിലേറ്റീവ്സ്, നാട്ടുകാർ, ഇവർക്കൊക്കെയാണ് ചോദിച്ചത്. ഇപ്പൊ നമ്മുടെ വീട്ടില് എന്ത് നടന്നാലും നമ്മുടെ വീട്ടുകാർക്കല്ല പ്രശ്നം, നാട്ടുകാർക്കാണ്. സോ ഈ ഒരു കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ പറയണം. പ്രഗ്നൻസി ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വലുത്. അപ്പം അതൊന്നും നോക്കാതെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, യാത്ര ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ ഉള്ളത് മീനു പറയും. ഇങ്ങനെ അജീഷേട്ടൻ ചോദിച്ചു, അടുത്തൊരു യാത്രയൊക്കെ വരുന്നുണ്ട്, അപ്പൊ മീനുവിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞാനങ്ങ് ഒറ്റയ്ക്ക് പോവുക, അപ്പൊ പുള്ളിക്കാരിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞാൽ, എന്റെ പൊന്നു കഴിഞ്ഞ് പോയി എൻജോയ്. ഇങ്ങനെയാണോ ഒരു ജീവിതമേ ഉള്ളൂ, പോയി അടിച്ചു വിളിക്കുക, അതിലൊന്നും ഒരു കാര്യമില്ല. ഒരു കുഴപ്പം, അതായത് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം. കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു കേസിലാണ് പറയാം. എന്ന് വെച്ചാൽ നമ്മളെ നോക്കാൻ നമുക്കറിയാലോ. അപ്പൊ ആ ഒരു കെയറിങ്, ഇപ്പൊ നമ്മുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ നോർമലി ഒരു അമ്മയാവാൻ പോവുകയാണ്, അപ്പൊ നമ്മുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അപ്പൊ കുഞ്ഞിനെ എങ്ങനെ നോക്കണം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ കെയർ ചെയ്യുമല്ലോ. അപ്പൊ അത് നമ്മളായിട്ട് നമുക്ക് കൊടുക്കേണ്ട കെയറിങ് കൊടുക്കുക. പിന്നെ അത്യാവശ്യം ജോലികൾ ചെയ്യുക, വെറുതെ ഇരിക്കാനില്ല എന്ന് പറഞ്ഞ്
അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലി ചെയ്യുക. പിന്നെ ഡോക്ടറോട് മാത്രം ചോദിച്ചിട്ട് എക്സസൈസ് ഒക്കെ തുടങ്ങുക. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, എൻജോയ് ചെയ്യുക. ജങ്ക് ഫുഡ്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലും അതിൽ ഇഷ്ടമുള്ള കുറെ ഫുഡ്സ് ഉണ്ടല്ലോ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. പിന്നെ വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. ഡെയിലി നമ്മളത് ആരും നമ്മുടെ ഇപ്പോഴത്തെ ആരും അങ്ങനെ കഴിക്കാൻ പോകുന്നില്ലല്ലോ ഡെയിലി. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം ഡോക്ടർ എന്താ പറയുന്നത്, ഡോക്ടറെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. ഡോക്ടർ ഒരിക്കലും നമ്മളെ പേടിപ്പിക്കാറില്ല. ഡോക്ടർ നല്ല കൂൾ മൈൻഡാണ്. നമ്മള് എന്താ പറയുക, നമ്മുടെ വൈബിനകത്ത് നിൽക്കുന്നത്. അന്നമ്മ ഡോക്ടറെ കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എൻഎസിലെ. അപ്പം അന്നമ്മ ഡോക്ടർ ഒരു വൈബ് ഡോക്ടറാണ്. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുക ഒരു കാര്യത്തിലൊക്കെ. ഞാൻ എന്റെ മൃഗങ്ങളുടെ കാര്യം വെച്ചിട്ട് പറഞ്ഞ് ഡോക്ടർ എനിക്കും കുറേ മക്കളുണ്ട്, മോശം ഭാര്യയൊക്കെ അതായത് ആ ഒരു വൈബാണ്. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ഇപ്പോഴും നല്ല നല്ല കണക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാ. അപ്പൊ അങ്ങനെ എന്തായാലും ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് വയർ നിറച്ച് ഫുഡ് അടിക്കാൻ പോകും. പിന്നെ കുറച്ച് ഇവർക്ക് ഇപ്പം മാസാമാസം ഡ്രസ്സ് എടുത്ത് കൊടുപ്പാണ് എന്റെ ജോലി. കാരണം ഇപ്പോൾ പല ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് എല്ലാം വലുതായി പോകുന്നു. ഇന്നും 2 ജോഡി എടുത്ത് കൊടുക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വലുതായി പോകുന്നല്ല, ഡ്രസ്സെല്ലാം ചെറുതായി പോകുന്നു. ഞാൻ വയർ വലുതാവുന്നു. അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തരുന്നല്ലോ. അപ്പം അങ്ങനെ ഇച്ചിരി എനിക്ക് 2 ടോപ്പ് എടുക്കണം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള പണിയാണ്. നമുക്കിപ്പം ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴി. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊച്ചിന് മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിതൊക്കെ ഒന്ന് കഴിക്കണം. ഇതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. അപ്പം എനിക്ക് ചെസ്റ്റ് യൂസ് ആണ് കേട്ടോ. പുള്ളിക്ക് ഒരു കാലാണ്, ഇതൊരു കാലം മതി. നമ്മളങ്ങനെ എവിടെയാണ് ഈശേട്ടാ, നമ്മൾ ട്രെൻഡ്സിൽ വന്നു. കുറച്ച് ഷർട്ട്സ് നോക്കാനും ടീഷർട്ട്സ് നോക്കാനും ഒക്കെ ആയിട്ട് ട്രെൻഡ്സിലോട്ട് വന്നു. അപ്പോൾ പിന്നെ ഇവിടെ അജീഷേട്ട ഏതാണ്ടൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നു. നോക്കിയെടുക്കുക. അപ്പോൾ എന്താണ്ടൊക്കെ എടുത്തിട്ട് കാണാം. അങ്ങനെ ട്രെൻഡ്സിൽ നമുക്ക് മാത്രമേ സംഭവങ്ങളൊക്കെ കിട്ടിയുള്ളൂ. മെറ്റർണിറ്റി ടോപ്സ് ഒന്നും ട്രെൻഡ്സിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്, മീനു ഹാപ്പിയല്ല. മീനിനെ കൊണ്ട് നാളെ പോകണമെന്നാണ് പറയുന്നത്. ഗായ്സ് ജസ്റ്റ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അതിൻ്റെ അപ്പിയാണ്. ഞങ്ങൾ രാവിലെ ഇറങ്ങി നടക്കാൻ ഭാഗ്യം എന്ന് പറയാല്ലേ, 2 മണിക്ക് മുമ്പ് പരിപാടി കഴിഞ്ഞു. ഈ മാസം എന്തായാലും സ്കാനിങ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് വരാൻ പറ്റി. അപ്പം എന്താ പറയുക, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അതിൻ്റെ അപ്പിയാണ്. അപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കാണ് ഞാൻ പറയുന്നത്, വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ഞങ്ങളുടെ അനുഭവം വെച്ച് നോക്കുവാണെങ്കിൽ 3-ാം മാസം നല്ലൊരു പൈസയാവും, പിന്നെ 4-ാം മാസവും നല്ലൊരു പൈസയാവും, 5-ാം മാസവും നല്ലൊരു പൈസയാവും, പിന്നെ ഈ 6-ാം മാസത്തിൽ വലിയ പൈസയൊന്നുമില്ല, എന്നാലും നല്ലൊരു പൈസയാവും, ഫുൾ പൈസയാവും. അതുകൊണ്ട് ഞങ്ങൾ കാണിച്ച മണ്ഡലത്തിൽ നിങ്ങൾ കാണിക്കരുത്. നേരത്തെ നല്ല പല ഇൻഷുറൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ പൈസ പോകുന്ന വഴി അറിയത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അപ്പം അയ്യോ അങ്ങനെയല്ല, നമ്മൾ ചുമ്മാ ഒരു കുഞ്ഞു 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 സമയങ്ങൾ, നിമിഷങ്ങൾ പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ഇനി നാളെ വീണ്ടും എന്നെ കൊണ്ട് ഇറങ്ങണം. കാരണം എനിക്കൊന്നും എടുത്തില്ല. ഇന്നിനിയിപ്പോൾ ഇനി വയ്യ എനിക്ക്. അതുകൊണ്ട് തിരിച്ചങ്ങ് വീട്ടിൽ പോവാന്ന് വിചാരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. വേറെ ഒന്നും എടുത്തില്ല. അജീഷന് ഫ്രണ്ട്സിൽ കയറിയാണ് ടീഷർട്ട് എടുത്ത് 2-3 എടുത്തു. 4-5 എടുത്തു. 5 അതന്നെ 3-4-5 അതേ ഉള്ളൂ. അല്ല ഞാൻ ഒന്നും എടുത്തില്ല. അപ്പൊ പിന്നെ എടുത്തിട്ട് ഇറങ്ങി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്തോ വീണ്ടും കൃഷി വീഡിയോ കാണാം. നമ്മുടെ ചീരയുടെ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ പോയി കാണണേ. അതുപോലെ ചീരയുടെ കുറച്ച് കൃഷി പരമായിട്ടുള്ള വീഡിയോസും വരുന്നുണ്ട്. അപ്പം അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെൽബട്ടൺ അനെ വിളിച്ച് ചെയ്യുക. പിന്നെ എന്താ, ഞാൻ കൃഷിയിലോട്ട് ഇറങ്ങാനല്ല, അജീഷനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെ കുഞ്ഞുവാള വന്നതിന് ശേഷം പറ്റത്തുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് മറക്കൊക്കെ അല്ലേ ചേട്ടാ. അപ്പോ എന്താ പറയാ, കുഞ്ഞുവാള വന്നിട്ട് ഞാൻ എനിക്ക് ബാക്കി പഠിത്തം കണ്ടിന്യൂ ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ അജീഷന്റെ കൂടെ പോണം. പിന്നെ നമ്മ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് വരാനുണ്ട് അല്ലേ. ഇനിയിപ്പോ ജൂനിയർ വരും, ഉടനെ വരും. 3-4 മാസത്തിനുള്ളിൽ വരും. 3-4 മാസത്തിനുള്ളിൽ വരും. അപ്പം അത്രേ ഉള്ളൂ. ജൂനിയറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ നിമിഷവും. അപ്പം പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാവർക്കും എന്താ പറയാ, നല്ലതായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. മൈൻഡ് എപ്പോഴും ആക്റ്റീവ് ആക്കി ഹാപ്പി ആക്കി വെക്കാൻ നോക്കുക. ഹാപ്പിനെസ് എപ്പോഴും ഇത് വേണം. കറങ്ങാൻ പോവാ, അത് തന്നെ. നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾ കറങ്ങാൻ പോക്കോ. പിന്നെ ഈ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറയുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് ഡോക്ടറോട് ചോദിച്ചിട്ടൊക്കെ പോവാം. ഇല്ലാത്തവർക്കെല്ലാം, ഒരു പ്രോബ്ലവും ഇല്ലാത്തവർക്കെല്ലാം പോകാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട് പറയാം, ഭാര്യമാരുടെ കൂടെ നിൽക്കുക. പക്ഷെ രാത്രി ഉറക്കം കിട്ടുന്നില്ല. എനിക്കിപ്പോ മസിൽ പിടുത്തമൊക്കെ ആയിട്ടുണ്ട്, നീരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാലിന്.
അത് ഓരോരുത്തരുടെ ഈ ഇതൊക്കെ വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും രാത്രിയാണ് മസിൽ പിടുത്തം. അപ്പം അജീഷേട്ടന് എനിക്ക് തടവി തരലും പരിപാടിയൊക്കെ ഉണ്ട്. രാത്രി ഉറക്കമൊക്കെ കുറവാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്, വേറൊന്നും ഇല്ല പറയാൻ. അപ്പം നമ്മുടെ ബാക്കി കൃഷി രീതിയും ബാക്കി ഫാമിലി വ്ളോഗ്സും രണ്ടും ഇടകലർന്ന് വരുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. പുതിയ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ കാണാം. ബൈ. ബൈ ബൈ.